എടപ്പാളിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ പിടിയിൽ. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അസം സ്വദേശിയടക്കം 2 പേരെ ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. അസം ഉറിയങ്കട്ട് സ്വദേശി 22 വയസ്സുള്ള ഉദയ് ഗോഗോയി, ചങ്ങരംകുളം കക്കിടിപ്പുറത്ത് താമസിക്കുന്ന ചക്കുളങ്ങര മുഹമ്മദ് ഷഹീർ എന്നിവരെയാണ് അന്വേഷണ സംഘം പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തത്. ഒരാഴ്ച മുമ്പാണ് എടപ്പാളിലെ സ്വകാര്യ സ്ഥാപനത്തിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയെ കാണാതായത്. സംഭവത്തിൽ ബന്ധുക്കൾ ചങ്ങരംകുളം പോലീസിന് നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് എടപ്പാൾ ഭാഗത്ത് ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയതായി വിവരം ലഭിച്ചത്. വിവാഹം കഴിഞ്ഞ് കുട്ടികളുള്ള ഉദയ് ഗോഗായി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം സുഹൃത്തിന്റെ സഹായത്തോടെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അന്വേഷണത്തിൽ പെൺകുട്ടി ട്രെയിനിൽ നാഗാലാൻഡിലേക്ക് സഞ്ചരിക്കുന്നതായി പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തു. വിവേക് എക്സ്പ്രസ് ട്രെയിനിൽ കുട്ടി യാത്ര ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ മലപ്പുറം SP ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശപ്രകാരം ദീമാപൂരിലെ RPF ഉദ്യോഗസ്ഥനും മലയാളിയുമായ ജിതിന്റെ നേതൃത്വത്തിലുള്ള RPF സംഘം നടത്തിയ പരിശോധനയിലാണ് ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് നാഗാലാൻഡിലെത്തിയ മലപ്പുറം SP നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പെൺകുട്ടിയെയും പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയ ഉദയ് ഗോഗോയിയെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. സംഭവത്തിൽ പെൺകുട്ടിയെ ചോദ്യം ചെയ്തതോടെയാണ് ഉദയ് ഗോഗോയിയുടെ സുഹൃത്തു കൂടിയായ മുഹമ്മദ് ഷഹീറും ചേർന്നാണ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി കടത്തിക്കൊണ്ടുപോയതെന്ന് വിവരം ലഭിച്ചു. ലഹരി നൽകി ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നും പെൺകുട്ടി മൊഴി നൽകി. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഷഹീറിനെയും പോലീസ് പിടികൂടുകയായിരുന്നു. പ്രതികളെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ലോകാത്ഭുതങ്ങളിൽ വിലക്കുറവിന്റെ 8ാം അത്ഭുതം കൂറ്റനാടിന് സമ്മാനിച്ച് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളല്ലാതെ പിന്നെ ആര്? മാനുക്കാസ് ഡിസ്കൗണ്ട് സെന്റർ, മാനുക്കാസ് ടവർ, ഗുരുവായൂർ റോഡ്, കൂറ്റനാട്.